അന്ന് ശ്യാമിന്റെയും ഗോപികയുടെയും വിവാഹമായിരുന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോൾ വിവാഹ വീട്ടിൽ ആളുകൾ ഏറെക്കുറെ പോയി കഴിഞ്ഞിരുന്നു. ശ്യാമിന്റെ വീട്ടിലെ റിസപ്ഷൻ എല്ലാം തലേ ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ അന്ന് മറ്റു പരിപാടികളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. എങ്കിലും അടുക്കളയിലായി കുറച്ച് പെണ്ണുങ്ങളും പുറത്തെ പന്തലിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞതോടുകൂടി അവരും പോയി. ശ്യാമിന്റെ അമ്മ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി ഗോപികയെ മുറിയിലേക്ക് പറഞ്ഞയച്ചെങ്കിലും ശ്യാം അപ്പോഴും അങ്ങോട്ട് എത്തിയിരുന്നില്ല. എറണാകുളത്ത് നിന്ന് വന്ന അവന്റെ കുറച്ച് ഫ്രണ്ട്സിനെ സൽക്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാം. അവരോടൊപ്പം ഇരുന്ന് നേരം പോയിക്കൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ കുപ്പി പൊട്ടിക്കൽ വേറെയും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനെ എല്ലാം വേണ്ടുവോളം സൽക്കരിച്ചെങ്കിലും ശ്യാം ഒരു തുള്ളി പോലും കുടിച്ചില്ല. സാധാരണ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ 1-2 പെഗ് അവന് പതിവുള്ളതാണ്. പക്ഷേ അന്ന് സ്വന്തം കല്യാണമാണ് കഴിഞ്ഞതെന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ ശ്യാം നാവുകൊണ്ട് അത് നുണച്ചുപോലും നോക്കിയില്ല. അങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാം സൽക്കരിച്ച് പറഞ്ഞയച്ച ശേഷം ശ്യാം അകത്തേക്ക് കയറി. ഹാളിലെത്തി മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ അവൻ വെറുതെ ഒന്ന് അമ്മയുടെ മുറിയിലേക്ക് നോക്കി. അമ്മ അപ്പോൾ കട്ടിലിൽ നിരന്നു കിടക്കുന്ന തുണിയെല്ലാം ഓരോന്നായി മടക്കി വെക്കുകയായിരുന്നു. അമ്മ കിടന്നില്ലേ? ശ്യാം അമ്മയോട് ചോദിച്ചു. ഇല്ലടാ, കിടക്കണം. വാർപ്പിന്റെ മുകളിൽ ഉണങ്ങാനിട്ടിരുന്ന തുണിയാ. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഇങ്ങോട്ട് എടുത്തു. കല്യാണത്തിരക്കായതുകൊണ്ട് തന്നെ കുറെ ഉണ്ടായിരുന്നു ഉണക്കിയെടുക്കാൻ. രാത്രി എങ്ങാനും മഴ പെയ്താൽ ആകെ നനഞ്ഞു പോകും. നീ ചെന്ന് കിടന്നോ? എല്ലാവരും പോയില്ലേ? മോൾ അകത്തുണ്ട്, അമ്മ പറഞ്ഞു. ഓ അമ്മേ, അവരൊക്കെ പോയി. കുടിച്ചു കുറച്ച് ഫിറ്റ് ആയതുകൊണ്ടാ അമ്മയുടെ അടുത്തേക്ക് പിന്നെ വരാതിരുന്നത്. പിന്നെ കാറിൽ ഡ്രൈവറെ ഏൽപ്പിച്ചു വന്നതുകൊണ്ട് പോകാൻ സൗകര്യമായി, ശ്യാം പറഞ്ഞു. അമ്മ ചിരിച്ചു. ആ പിന്നെ മോനെ, മോൾക്ക് എന്തോ ഒരു വിഷമം പോലെയുണ്ട്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഉണ്ടാകുമല്ലോ. വീടും വീട്ടുകാരെയും ഒക്കെ വിട്ട് ആദ്യമായിട്ട് ഒരിടത്ത് മാറി താമസിക്കുന്നതല്ലേ. നീ ചെന്ന് അതിനെ ഒന്ന് പറഞ്ഞു സമാധാനിപ്പിക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് വന്നിട്ടല്ലേടാ ഉള്ളൂ. അതിന് മാറി നിൽക്കുന്നതിന്റെ വിഷമം കാണും. ഒരു പഞ്ചപാവം സ്ത്രീയായ ശ്യാമിന്റെ അമ്മ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അവൾക്ക് വിഷമം വന്നിട്ടാകും, ആദ്യമായിട്ടല്ലേ മാറി താമസിക്കുന്നത്. ഞാൻ പറഞ്ഞോളാം. ആകെ ഒരു ക്ഷീണം, ചെന്ന് കിടക്കട്ടെ അമ്മേ, ശ്യാം അമ്മയോട് പറഞ്ഞു. ശേഷം കൈ രണ്ടും ഒന്ന് മുകളിലേക്ക് നിവർത്തി ഉറക്കച്ചടവോടുകൂടെ സ്റ്റെപ്പ് കയറി. മുകളിലെത്തിയ അവൻ അവന്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഗോപിക കട്ടിലിന്റെ ഒരു ഓരത്തായി തല അമർത്തി പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ശ്യാം അപ്പോൾ വാതിൽ അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് ഗോപികയെ ഒന്നും നോക്കി. ശ്യാം വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോപിക, എന്തുപറ്റി? തലവേദനയുണ്ടോ? ശ്യാം അത് ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. എന്നാൽ അപ്പോഴും അവൾ തല പൊത്തിപ്പിടിച്ച് അതേ ഇരിപ്പ് തന്നെയായിരുന്നു. ശ്യാം പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് കട്ടിലിൽ അവൾക്കൊപ്പം ഇരുന്നു. പതിയെ അവളുടെ തോളിലേക്ക് അവന്റെ കൈ ചേർത്ത് പിടിച്ചു. അവളുടെ മുഖമൊന്ന് ഉയർത്താൻ നോക്കി. എന്നാൽ പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും ഗോപിക വല്ലാത്തൊരു ഭാവത്തിൽ ശ്യാമിനെ നോക്കി. പെട്ടെന്ന് അവളുടെ നോട്ടം കണ്ടതും ശ്യാമിന് എന്തോ ഒരു പന്തികേട് തോന്നി. എന്തുപറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ നിനക്ക്? ശ്യാം അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും ശ്യാമിന്റെ കൈകൾ ഗോപിക തട്ടി എറിഞ്ഞിരുന്നു. എന്നിട്ട് അവൾ ശ്വാസമെടുക്കാൻ കഴിയാത്ത പോലെ തല അമർത്തി പിടിച്ച് കിതച്ചുകൊണ്ടിരുന്നു. അത് കണ്ടതും ശ്യാം വല്ലാതെ പേടിച്ചുപോയി. എന്തുപറ്റി ഗോപിക? എന്താ നിനക്ക്? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. ശ്യാം അത് ചോദിച്ച് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചതും ഗോപിക അതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു ഭാവത്തിൽ ശ്യാമിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവനെ നിലത്തേക്ക് തള്ളിയിട്ടു. ശക്തമായ അവളുടെ തള്ളലിൽ ശ്യാം ചുമരിനടുത്തേക്ക് തെറിച്ചു വീണു. ഗോപിക അപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ അവളുടെ മുടി ആകെ അമർത്തിപ്പിടിക്കുകയായിരുന്നു. അത് കണ്ടതും ശ്യാം വല്ലാതെ പേടിച്ചുപോയി. അവൻ നിലത്തുനിന്ന് വേഗത്തിൽ ചാടി എണീറ്റു. ഇന്നെ ആരും തൊടരുത്, എനിക്കിഷ്ടമല്ല. എന്നെ തൊട്ടാൻ ഞാൻ കൊല്ലും. എന്നെ തൊടുന്നത് എനിക്കിഷ്ടമല്ല. ഗോപിക അത് പറഞ്ഞുകൊണ്ട് ശ്വാസം കിട്ടാത്ത രീതിയിൽ എന്തൊക്കെയോ കളിക്കുകയായിരുന്നു. ഗോപിക മോളെ, നീ എന്തായി കാണിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? ശ്യാം വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ചു. ഗോപിക അപ്പോൾ ശ്യാമിനെ ഒന്നുകൂടെ തള്ളി മാറ്റി. തൊട്ടുപോകരുത്, എനിക്കിഷ്ടമില്ല. എന്നെ തൊടരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ തൊട്ടാൻ ഞാൻ കൊല്ലും. അവൾ അത് പറഞ്ഞ് ശ്യാമിനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ശ്യാം ആകെ പകച്ചു പോയിരുന്നു. തങ്ങളുടെ വിവാഹം പറഞ്ഞു വെച്ചിട്ട് 6 മാസത്തിലധികമായി. ഈ 6 മാസത്തെ പരിചയവും ഗോപികയുമായി തനിക്കുണ്ട്. എങ്കിലും അവളുടെ ഇങ്ങനെ ഒരു ഭാവം ശ്യാം ആദ്യമായി കാണുകയായിരുന്നു. ഇന്നെ തൊടല്ലേ? ഗോപിക അത് പറഞ്ഞ് ശ്യാമിനെ വീണ്ടും തള്ളി മാറ്റി. എന്നിട്ട് അവൾ അവളുടെ തല തന്നെ അലമാരയിൽ കൊണ്ട് ഇടിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ചീപ്പെടുത്ത് അവളുടെ കയ്യിലാകെ അമർത്തി വരച്ചു. കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയാൻ നോക്കുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഗോപികയെ കണ്ട് വല്ലാതെ പേടിച്ചെങ്കിലും ശ്യാം പിന്നെ മറ്റൊന്നും നോക്കാതെ അവളുടെ പിറകെ പോയി അവളുടെ 2 കൈയും അമർത്തി പിടിച്ചു വെച്ചു. ഗോപിക പ്ലീസ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല.
പേടിക്കല്ലേ മോളെ. ശ്യാം അവളെ നിയന്ത്രിക്കാനായി അവന്റെ സകല ശക്തിയും എടുത്ത് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. എന്നാൽ അപ്പോഴേക്കും അവളുടെ ദേഷ്യവും പരിഭ്രാന്തിയും കൂടുകയായിരുന്നു. അവന്റെ പിടിയിൽ നിന്നും കുതറി മാറുന്നതിനു വേണ്ടി അവൾ അവനെ ഉപദ്രവിക്കാൻ നോക്കുകയും അടിക്കുകയും തൊഴിക്കുകയും അവന്റെ കയ്യിലൊക്കെ കടിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ശ്യാം അവളിലുള്ള പിടി വിട്ടതേയില്ല. എത്രയൊക്കെ ഉപദ്രവിച്ചാലും അവളിൽ നിന്നുള്ള പിടിവിടാൻ ശ്യാം തയ്യാറായിരുന്നില്ല. അവളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്യാമും അവളും കട്ടിലിലേക്ക് വീഴുകയും പിന്നീട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വല്ലാതെ ബലപ്രയോഗം നടത്തുകയും ചെയ്തു. ഒടുവിൽ അല്പനേരത്തെ പിടിവലിക്ക് ശേഷം ഗോപിക തളർന്ന അവശയായി ശ്യാമിന്റെ നെഞ്ചിലേക്ക് ബോധമറ്റ് വീഴുകയായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ചെന്നെത്തുമ്പോഴേക്കും ശ്യാം ആകെ വിയർത്തു കുളിച്ചിരുന്നു, ഒപ്പം ഗോപികയും. അന്ന് അവൻ അണിയിച്ച അവളുടെ നെറുകിലെ സിന്ദൂരത്തിന്റെ ചുവപ്പ് അവളുടെ നെറ്റിയിലാകെ പടർന്നിരുന്നു. അവൻ കെട്ടിയ അവന്റെ പേര് കുത്തിയ താലി അവളുടെ കഴുത്തിൽ നിന്നും സ്ഥാനം തെറ്റി പിറകോട്ട് മാറിയിരുന്നു. അവന്റെ കൈയിലേക്ക് ബോധമറ്റ് വീണ അവളെ ശ്യാം വേഗത്തിൽ താങ്ങിപ്പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി. മുഖത്തേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടിയകളെ അവൻ പതിയെ മാറ്റി വെച്ചു കൊടുത്തു. അവളുമായി വലിയൊരു ബലം പിടുത്തം കഴിഞ്ഞതുകൊണ്ട് തന്നെ ശ്യാം അപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഗോപിക, ഗോപിക മോളെ. ശ്യാം അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പക്ഷേ അവൾ അത്ര നേരം കാണിച്ചു കൂട്ടിയ പരിഭ്രാന്തി കാരണം ഗോപികയ്ക്ക് അവളുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ശ്യാം പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ അവന്റെ 2 കൈയിൽ വാരിയെടുത്തു. റൂമിന്റെ വാതിൽ തുറന്ന് സ്റ്റെയർ ഇറങ്ങി താഴത്തേക്കോടി. അമ്മേ, ഗോപികയ്ക്ക് വയ്യ, ഒന്ന് വന്നേ. അമ്മയുടെ മുറിക്കടുത്തെത്തിയപ്പോൾ ശ്യാം അമ്മയോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവന്റെ വിളി കേട്ടതും അകത്ത് കിടക്കാൻ ഒരുങ്ങുകയായിരുന്ന അമ്മ വേഗത്തിൽ വാതിൽ തുറന്നു. അവന്റെ കയ്യിൽ ബോധമറ്റ് കിടക്കുന്ന ഗോപികയെ കണ്ടപ്പോൾ അമ്മ വല്ലാതെ ഞെട്ടിപ്പോയി. എന്തു പറ്റിയടാ, എന്താ കാര്യം? അമ്മ അവനരികിലേക്ക് ഓടി വന്നു. അറിയില്ലമ്മേ, ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ശ്യാം അമ്മയോട് പറഞ്ഞു. അയ്യോ മോനെ, എനിക്ക് പേടിയാകുന്നു. മോളെ, മോളെ എന്തു പറ്റി? എണീക്ക് ഗോപികെ, മോളെ. അമ്മ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പറഞ്ഞു നിൽക്കാൻ സമയമില്ലമ്മേ. അമ്മയൊന്ന് കാറിന്റെ കീ എടുത്ത് ഡോർ തുറക്കൂ, എന്നിട്ട് വാതിൽ പൂട്ടിയിട്ട് വേഗം വരൂ. ഞാൻ ഇവളെ കാറിലേക്ക് കിടത്താം. ശ്യാം അത് പറഞ്ഞ് വേഗത്തിൽ ഉമ്മറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വേഗത്തിൽ അവളെ കാറിൽ കിടത്തി. വെപ്രാളപ്പെട്ടുകൊണ്ട് അമ്മ എങ്ങനെയൊക്കെയോ വീടിന്റെ വാതിൽ പൂട്ടി അവനോടൊപ്പം കാറിൽ കയറി. ശ്യാമിന്റെ കാർ ആശുപത്രി ലക്ഷ്യം വെച്ച് സ്പീഡിൽ പാഞ്ഞു. കാർ ഓടിക്കുന്നതിനിടയിൽ ശ്യാം ആവലാതിപ്പെട്ടുകൊണ്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. മോളെ, മോളെ ഗോപിക, കണ്ണു തുറക്ക്. അമ്മ അപ്പോഴും പിറകിലെ സീറ്റിലിരുന്ന് അവളെ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച അമ്മ നല്ല ടെൻഷനിലാണെന്ന് ശ്യാമിന് മനസ്സിലായി. എടാ മോനെ, എനിക്ക് പേടിയാകുന്നു, ഒരനക്കം പോലുമില്ല. അമ്മ ശ്യാമിനോട് വെപ്രാളത്തോടെ പറഞ്ഞു. അമ്മ ടെൻഷൻ ആകാതിരിക്കെ, ബോധം പോയതാ. ചിലപ്പോൾ വീട് മാറി വന്നതിന്റെ ടെൻഷൻ കൊണ്ടോ മറ്റോ ആയിരിക്കും. ദേ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തും. ശ്യാം അത് പറഞ്ഞ് വണ്ടിയുടെ ആക്സിലേറ്ററിൽ കാൽ വെച്ച് കഴിയാവുന്നത്ര സ്പീഡിൽ കാർ ഓടിച്ചു. കാറിൽ ഇരിക്കുമ്പോൾ ശ്യാം അവന്റെ പരിചയത്തിലുള്ള ഡോക്ടറായ ഡോക്ടർ വിശ്വനാഥനെ വിളിച്ചിരുന്നു. ഡോക്ടർ വിശ്വനാഥൻ വർക്ക് ചെയ്യുന്ന സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ശ്യാമിന്റെ വാഹനം ചെന്ന് നിന്നത്. പാർക്കിങ്ങിൽ കാർ നിർത്തിയ ഉടനെ തന്നെ ശ്യാം ഗോപികയെ കയ്യിൽ കോരിയെടുത്ത് നേരെ കേശാലിറ്റിയിലേക്ക് ചെന്നു. പേടിയോടെ അമ്മയും അവർക്ക് പിറകിലായി ഓടിച്ചെന്നു. ഡോക്ടർ വിശ്വനാഥൻ അപ്പോൾ അവരെ കാത്തെന്ന പോലെ കേശാലിറ്റിയുടെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ശ്യാം അങ്ങോട്ട് കിടത്തിക്കോളൂ, ഡോക്ടർ അപ്പോൾ ശ്യാമിനോട് പറഞ്ഞു. ശ്യാം കിതച്ചുകൊണ്ട് അവളെ കേശാലിറ്റിയിലെ കട്ടിലിലേക്ക് കിടത്തി. ഡോക്ടർ പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു. പിന്നെ ശ്വാസം എടുക്കാൻ കഴിയാത്ത വണ്ണം എന്തൊക്കെയോ കാണിച്ചു. ദേഹമൊക്കെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. ശ്യാം ഡോക്ടറോട് കിതച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കാതിരിക്കൂ ശ്യാം, നമുക്ക് നോക്കാം. ശ്യാം അമ്മയെയും കൂട്ടി പുറത്തിരിക്കൂ. ടെൻഷൻ ആവണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ശ്യാം അപ്പോൾ അമ്മയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഡോക്ടർ വിശ്വനാഥൻ വേഗത്തിൽ ഗോപികയെ പരിശോധിച്ചു തുടങ്ങി. അവളുടെ 2 കണ്ണും തുറന്നു നോക്കി. കൈപിടിച്ച് പൾസ് നോക്കി. സിസ്റ്റർ, BP നോക്കൂ. ഡോക്ടർ വേഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഗോപികയ്ക്ക് വേണ്ട ഇഞ്ചക്ഷൻ നൽകി. അമ്മയും ശ്യാമും അപ്പോൾ കേശാലിറ്റിക്ക് പുറത്ത് കസേരയിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഗോപികയുടെ പരിശോധനയെല്ലാം കഴിഞ്ഞു. അവൾ അപ്പോഴും മയക്കത്തിലായിരുന്നു. സിസ്റ്റർ, പുറത്തിരിക്കുന്ന ശ്യാമിനെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ. ഡോക്ടർ അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് സിസ്റ്ററോട് പറഞ്ഞു. ശരി ഡോക്ടർ. സിസ്റ്റർ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. ശ്യാമിനെ ഡോക്ടർ വിളിക്കുന്നു, അകത്തേക്ക് വന്നോളൂ. സിസ്റ്റർ കേശാലിറ്റിക്ക് മുൻപിൽ നിന്ന് ശ്യാമിനോട് വിളിച്ചു പറഞ്ഞു. ശ്യാം അപ്പോൾ വേഗത്തിൽ കസേരയിൽ നിന്ന് എണീറ്റു. അകത്തേക്ക് പോകുമ്പോൾ അമ്മയും അവന് പിറകെ ഉണ്ടായിരുന്നു. ശ്യാം അമ്മയെ ഒന്ന് നോക്കി. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ അമ്മേ. അമ്മ തൽക്കാലം ഇവിടെ ഇരുന്നോളൂ. അകത്തേക്ക് എല്ലാവരെയും കയറ്റുമോ എന്നറിയില്ല. ഞാൻ കണ്ടിറങ്ങിയിട്ട് അമ്മയ്ക്ക് കയറി കാണാട്ടോ.
കാര്യങ്ങൾ അമ്മ അറിയരുതെന്നുണ്ടായിരുന്നു ശ്യാമിന്. അതുകൊണ്ട് തന്നെ അവൻ അമ്മയെ ഒഴിവാക്കാനായി അമ്മയെ ചൊടിപ്പിക്കാതെ അങ്ങനെ പറഞ്ഞു. ശേഷം ശ്യാം അകത്തേക്ക് കയറി. "ആ ശ്യാം, ഇരിക്കൂ." ഡോക്ടർ അദ്ദേഹത്തിന് മുന്നിലെ കസേര ചൂണ്ടിക്കൊണ്ട് ശ്യാമിനോട് പറഞ്ഞു. ശ്യാം അപ്പോൾ അപ്പുറത്ത് കട്ടിലിൽ കിടക്കുന്ന ഗോപികയെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. ശ്യാം മെല്ലെ ഡോക്ടറുടെ മുൻപിലെ കസേരയിലിരുന്നു. തന്റെ മുൻപിൽ കുനിഞ്ഞ തലയുമായിരിക്കുന്ന ശ്യാമിനെ ഡോക്ടർ വിശ്വനാഥൻ ഒന്ന് നന്നായി നോക്കി. ശ്യാമിന് അദ്ദേഹത്തോടൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം ഏകദേശം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. "എന്തിനാ ശ്യാം ഇങ്ങനെ വിഷമിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ശ്യാമിന് അറിയാവുന്നതല്ലേ? ഞാനെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഗോപികയുടെ മുൻപുള്ള അവസ്ഥയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണിത്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ശ്യാം ഈ ബന്ധത്തിന് തയ്യാറായത്. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ വിഷമിക്കുന്നത്?" ഡോക്ടർ അവനോട് ചോദിച്ചു. ശ്യാമിന്റെ മുഖത്തെ വിഷമം അപ്പോൾ ഡോക്ടർക്ക് നന്നായി വായിച്ചെടുക്കാമായിരുന്നു. "എല്ലാം അറിയാമായിരുന്നു ഡോക്ടർ. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇന്നിങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതുവരെ അവള് നല്ല നോർമലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ അടക്കി പിടിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു. അവൾ എന്നോട് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്നെ എല്ലാം വിശദമായി പറഞ്ഞതാണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ടിപ്പോൾ 6 മാസത്തിലധികമായി. അതിനുശേഷം പലതവണ ഞങ്ങൾ ഫോണിലൂടെ സംസാരിക്കുകയും പുറത്തു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഇതിങ്ങനെ. ഇന്ന് പകലെല്ലാം ഏറെ സന്തോഷത്തിലായിരുന്നു അവൾ. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്ന് ഈ ദിവസം തന്നെ അവളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിലാണ് എന്റെ സങ്കടം." ശ്യാം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറോട് നന്നായി വിശദീകരിച്ചു പറഞ്ഞു. ഡോക്ടർ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ശേഷം ശ്യാമിനെ നോക്കി. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നാളെ കുറെ ആയെങ്കിലും ഗോപികയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പേടി അതിപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പേടിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഡോക്ടർ പറഞ്ഞു. "ഡോക്ടർ, അതിന് ഞാനൊന്നും..." വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവൾ ഡിപ്രസ്ഡ് ആയിരുന്നു. "എനിക്ക് മനസ്സിലായി ശ്യാം. പക്ഷെ അതിനു മുൻപേ ഗോപികയുടെ മനസ്സ് ടെൻഷനായി കാണണം. അവളുടെ വീട്ടിൽ നിന്നും പുതിയൊരിടത്തേക്ക് മാറി. ഇന്നു മുതൽ ശ്യാമും അവളും പുതിയൊരു ജീവിതം തുടങ്ങുന്നു. പല ചിന്തകളും ഗോപികയുടെ മനസ്സിൽ വന്നു കാണും. ചിലപ്പോൾ അവളുടെ മനസ്സിനത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കാണില്ല. ആ ചിന്തകൾ അവളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. പേടിച്ചു പോയി കാണും. ശ്യാം അടുത്തേക്ക് വരിക കൂടി ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോയതായിരിക്കാം. വളരെ കുഞ്ഞുനാളിൽ തന്നെ സ്വന്തം അച്ഛനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ ഉപദ്രവം അത് അവളുടെ കുഞ്ഞു ശരീരത്തിനെന്ന പോലെ തന്നെ കുഞ്ഞു മനസ്സിനെയും വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ജന്മം കൊടുത്ത സ്വന്തം അച്ഛനാൽ തന്നെ പിച്ചു ചീന്തി എറിയപ്പെട്ട ഒരു കുഞ്ഞു പൂവായിരുന്നു അന്നവൾ. വല്ലാതെ തളർന്നു പോയിരുന്നു. അന്ന് ആദ്യമായി അവളുടെ അമ്മ അവളെ എന്റെ അരികിൽ കൊണ്ടുവരുമ്പോഴുള്ള രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഓർക്കുന്ന എനിക്ക് തന്നെ ഇപ്പോഴും വല്ലാതെ ടെൻഷൻ വരും. അപ്പൊ പിന്നെ അവളുടെ ഭയത്തിന്റെ കാര്യം പറയണോ? ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഓരോ രക്തത്തുള്ളികളെ പോലും ഭയപ്പാടോടെയാണ് അന്നത്തെ കുഞ്ഞു ഗോപിക നോക്കിക്കണ്ടത്. അന്നത് കേസാക്കി അച്ഛന് ശിക്ഷ വാങ്ങിക്കൊടുത്തു. ആ പ്രശ്നത്തോടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് ഉണ്ടായി. ഗോപികയ്ക്ക് ട്രീറ്റ്മെന്റ് വേണ്ടുവോളം കൊടുത്തു ഈ നിലയിലൊന്ന് എത്തിച്ചെടുക്കാൻ വേണ്ടി. കാലവും സമയവും കടന്നുപോയപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങി തീർന്നെങ്കിലും അവളുടെ മനസ്സിനേറ്റ മുറിവ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ടാകും. ആ സംഭവത്തിന് ശേഷം അവൾക്ക് സ്വന്തം അച്ഛനോട് മാത്രമായിരുന്നില്ല, ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളോടും ചുറ്റും കാണുന്നവരോടും എല്ലാവരോടും ഒരു തരം പേടിയായിരുന്നു. അതുകൊണ്ടാണ് സ്കൂൾ മാറ്റി ഗേൾസ് സ്കൂളിൽ അവളെ പഠിപ്പിച്ചത്. ഇന്ന് ശ്യാമിരിക്കുന്ന ഈ സീറ്റിലിരുന്ന് അന്ന് ഗോപികയുടെ അമ്മ ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സ്നേഹിച്ച് കല്യാണം കഴിച്ചതായതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കാരുടെ ആരുടെയും സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നില്ല. ആകെ ആശ്രയം ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭർത്താവ് തന്നെ സ്വന്തം ചോരയിലുള്ള മോളെ ഈ വിധത്തിൽ ഉപദ്രവിച്ചാൽ അതൊരു സ്ത്രീ എങ്ങനെ താങ്ങും? എങ്കിലും ഗോപികയ്ക്ക് വേണ്ടിയാണ് ആ പാവം സ്ത്രീ അതൊക്കെ താങ്ങിയത്. അവർക്കത് താങ്ങാൻ കഴിഞ്ഞെങ്കിലും സ്വന്തം ശരീരത്തിലേറ്റ ഉപദ്രവം ഗോപികയ്ക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. അവൾക്കെല്ലാവരെയും പേടിയാണ്. അച്ഛൻ ചെയ്ത തെറ്റിന് അവൾ ആണുങ്ങളെ മുഴുവനായി വെറുത്തു കഴിഞ്ഞിരുന്നു. ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പിന്നെ അറിയാലോ, ഗോപികയുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അവൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന്. ആ സ്ത്രീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവരുടെ കാലം കഴിഞ്ഞാൽ അവൾക്കാരാ? എങ്കിലും അവരുടെ നല്ല മനസ്സായതുകൊണ്ട് തന്നെ ശ്യാമിന്റെ വിവാഹാലോചന വന്നപ്പോൾ അവർ ശ്യാമിനോടൊന്നും മറച്ചു വെച്ചില്ല. ശ്യാമിന്റെ വിവാഹത്തിന് മുമ്പും അവൾക്ക് പല ആലോചനകളും വന്നിട്ടുണ്ട്.
പക്ഷേ അവരുടെ ഒന്നും പെരുമാറ്റം ശ്യാമിന്റെ പോലെ ആയിരുന്നില്ല. ശ്യാം അവളോട് കാണിച്ച അനുകമ്പയും സ്നേഹവും കാരണമാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് തന്നെ ഗോപിക കാലെടുത്തു വെച്ചത്. അന്ന് ഈ കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിക്കാൻ ഗോപികയും അമ്മയും എന്നെ വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ശ്യാമിനെ വിളിപ്പിച്ചത്. ഞാനും കൂടി പറഞ്ഞതനുസരിച്ചാണ് ഗോപിക ശ്യാമിനെ കൂട്ടി ഇവിടെ വന്നത്. ശ്യാമിന് അറിയാലോ അല്ലേ? അന്നെല്ലാം ഗോപിക തികച്ചും നോർമലായിരുന്നു. ഡോക്ടർ പറയുമ്പോൾ അത്രയും ശ്യാം ഡോക്ടർ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം അറിയാം ഡോക്ടർ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? ശ്യാം ഡോക്ടറോട് ദയനീയാവസ്ഥയിൽ ചോദിച്ചു. ഇപ്പോഴും അവൾ ഓക്കെയാണ് ശ്യാം, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒന്നിച്ച് ജീവിതം തുടങ്ങിയപ്പോൾ അവളുടെ ഉള്ളിൽ വീണ്ടും അപകർഷതാബോധം തലപൊക്കി. ഗോപിക അബോധാവസ്ഥയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയേനെ. അല്ലെങ്കിൽ ഇനി അതൊന്നും ചോദിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിയുന്നതും നമ്മൾ അവളുടെ കൂടെ നിന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അവളുടെ മനസ്സിനെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുപോകണ്ട. എനിക്ക് തോന്നുന്നു ആ മുറിയിൽ ഒറ്റപ്പെട്ടപ്പോൾ തോന്നിയ ഒരു നേരിയ ഭയമാകാനാണ് സാധ്യത. ശ്യാമിനെല്ലാം അറിയാമെങ്കിലും ശ്യാമിന്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾക്ക് നീതി പുലർത്താൻ കഴിയുമോ എന്ന കുറ്റബോധം തോന്നിക്കാണണം. പിന്നെ ശ്യാമിനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശ്യാമുമായുള്ള ശാരീരിക ബന്ധത്തെ ചിലപ്പോൾ അവൾക്ക് പേടി തോന്നിക്കാണും. എനിവേ, സ്വാഭാവികം. എന്തായാലും വിവാഹം കഴിഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവളുമായ ഒരു ശാരീരിക ബന്ധത്തിന് ശ്യാം തയ്യാറെടുക്കരുത്. വളരെ പതിയെ അവളെ ശ്യാമിനോട് അടുപ്പിച്ച് സ്നേഹത്തോടെ എപ്പോഴെങ്കിലും അവളും അത് ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിൽ എത്തുന്നവരെ ശ്യാം കാത്തിരിക്കണം. ഡോക്ടർ ശ്യാമിനോട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ശ്യാം അപ്പോൾ ഡോക്ടറെ നോക്കി ഒന്ന് ചിരിച്ചു. ഡോക്ടർ വിചാരിക്കുന്ന പോലെ ആദ്യ രാത്രിയിൽ തന്നെ അവളുമായി ശരീരം പങ്കുവെക്കണമെന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല ഡോക്ടർ. കുഞ്ഞുനാള് മുതലേ കുറെ യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചാ ഞാൻ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. ഗോപികയെ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് നിന്നത്. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴും പിന്മാറാൻ തോന്നിയില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ അച്ഛനെന്ന് പറയുന്ന ഒരു ദുഷ്ടൻ അവളുടെ മേൽ അയാളുടെ കാമഭ്രാന്ത് തീർത്തതിന് ആ പാവം പെൺകുട്ടി എന്ത് പിഴച്ചു എന്നോർത്തു. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നോർത്തു. അങ്ങനെ ജീവിതത്തിലേക്ക് കൂട്ടി. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരു കൂട്ട്, അത്രയേ വിചാരിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അല്ലാതെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ അവളെ കയറി പിടിച്ച് അവളുമായിട്ടൊരു ശാരീരിക ബന്ധം വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർബന്ധവും എനിക്കില്ല. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സുകൊണ്ട് ഞാൻ അവളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഡോക്ടർ. ശ്യാം അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചെറുതായി നിറയുന്നുണ്ടായിരുന്നു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർക്ക് അവനോട് ഏറെ ബഹുമാനം തോന്നി. അതവന്റെ ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളാണെന്ന് ഡോക്ടർക്കറിയാമായിരുന്നു. എനിക്കറിയാം ശ്യാമിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുക എന്ന് വെച്ചാൽ അത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണ്. എല്ലാം അറിഞ്ഞിട്ടും അവളെ ഇപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്യാം കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് ഗോപികയ്ക്കും അറിയാവുന്നതല്ലേ. പിന്നെ ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ലല്ലോ. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, അവൾ, എന്റെ ഗോപിക ഈ പ്രതിസന്ധി തരണം ചെയ്യില്ലേ? അവൾ വീണ്ടും പഴയ ഗോപിക ആവുകയാണോ? എനിക്കെന്തോ ഇന്നത്തെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ എല്ലാം കൈവിട്ടു പോയെന്നൊരു തോന്നൽ. ആ കാര്യത്തിൽ ഡോക്ടർ എനിക്കൊരു കൃത്യമായ മറുപടി തരണം. പേടിക്കാൻ വല്ലതുമുണ്ടോ? ശ്യാം ഡോക്ടറോട് ഏറെ വിഷമത്തോടെ ചോദിച്ചു. അല്ല ശ്യാം, ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും തീർത്തു പറയില്ല. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ അവൾക്ക് റിക്കവർ ചെയ്യാൻ വീണ്ടും കുറച്ച് സമയമെടുക്കുമെന്ന്. അതിന് നമ്മുടെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. എന്തായാലും ഗോപിക ഉണരട്ടെ, നമുക്ക് നോക്കാം. ഡോക്ടർ അവന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പറഞ്ഞു. അറിയാം ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനായിട്ട് അവളെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. എനിക്കെന്റെ ഗോപികയെ തിരികെ വേണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം അവൾക്കും എനിക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർക്കറിയാമോ, എന്റെ അമ്മയോട് പറയാതെ മറച്ചു വെക്കുന്ന ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല. പക്ഷേ ഗോപികയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണെന്ന് ഞാൻ അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ടെൻഷൻ കാരണം ചെറിയൊരു ബോധക്കേടാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ അതറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അമ്മയെ പുറത്തിരുത്തിയതും. കാര്യം അമ്മയൊരു പാവമൊക്കെയാണ്. എങ്കിലും ഇങ്ങനെ ഒരു കാര്യം വെറുതെ അറിയിക്കേണ്ടല്ലോ എന്ന് കരുതി. വേറൊന്നും കൊണ്ടല്ല. ഗോപികയ്ക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ. ശ്യാം ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെങ്കിലും അവന്റെ കണ്ണിൽ പൊടിയുന്ന കണ്ണുനീരിൽ അവളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. എനിക്കറിയാം ശ്യാം, ഗോപിക തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗോപികയുടെ അമ്മയും
ദൈവത്തെ പോലെയാണ് ആ കുട്ടിയും അമ്മയും ശ്യാമിനെ കാണുന്നത്. ശ്യാമിനെ പോലെ ഒരു മോനെ കൊണ്ട് തന്നത് ദൈവമാണെന്ന് ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശ്യാമിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരാള് പിച്ചി ചീന്തിയ ഒരു പെൺകുട്ടിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം കൊടുക്കാൻ ശ്യാം കാണിച്ച മനസ്സുണ്ടല്ലോ, അതെത്ര വലുതാണെന്ന് ശ്യാമിന് അറിയാമല്ലോ. ആ സ്നേഹം എന്തായാലും ആ കുട്ടിക്ക് ശ്യാമിനോടുണ്ടാകും. പക്ഷേ അതിന്റെ മൈൻഡ് കൺട്രോൾ ആവാത്ത ഒരു ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. ഇന്ന് ഗോപിക എന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇപ്പോൾ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റൂം നമ്പർ സിസ്റ്റർ പറഞ്ഞു തരും. എന്തായാലും ശ്യാം അമ്മയെയും കൂട്ടി റൂമിലേക്ക് ചെന്നോളൂ. ഉണർന്നു കഴിഞ്ഞൊന്ന് ഓക്കെ ആയി. 1-2 മെഡിസിൻ കൂടെ ട്രിപ്പ് ഇട്ട ശേഷം നമുക്ക് പതിയെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കാം. മറ്റൊന്നും പേടിക്കാനില്ല. ശ്യാം ധൈര്യമായിരിക്കൂ, ഡോക്ടർ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഗോപികയെ റൂമിലേക്ക് മാറ്റി. ശ്യാമും അമ്മയും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ഒന്നും അറിയാതെ ഉറങ്ങുക തന്നെയായിരുന്നു. ശ്യാം അപ്പോൾ അവൾക്കരികിലേക്ക് ചെന്നു. മൈലാഞ്ചി ചുവപ്പുമായാത്ത അവളുടെ കൈകളും താൻ അണിയിച്ച താലിയും കുങ്കുമവുമെല്ലാം അവളുടെ ഭംഗി വല്ലാതെ കൂട്ടുന്നുണ്ടായിരുന്നു. ആ ഭംഗിക്കെല്ലാം അപ്പുറത്തും അവളുടെ കലങ്ങിയ ഹൃദയമാണ് ശ്യാമിന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ശ്യാം അവൾ അറിയാതെ അവളുടെ മുടിയിലൂടെ ഒന്ന് തലോടി. ഉണർന്നു കഴിഞ്ഞാൽ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തോളൂ. ഡോക്ടർ നാളെ രാവിലെ റൗണ്ട്സിന് വരും. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അപ്പോൾ അവരോട് പറഞ്ഞു. ശ്യാം അപ്പോൾ തല പൊന്തിച്ച് സിസ്റ്ററെ ഒന്ന് നോക്കി. സിസ്റ്റർ, എത്ര സമയം കഴിയും ഉണരാൻ? ശ്യാം ചോദിച്ചു. ഇപ്പോൾ സെഡേഷനിലാണ്, ചിലപ്പോൾ എണീക്കാൻ ലേറ്റ് ആകും. ഇനി ക്ഷീണം കാരണം രാവിലെയാണ് എഴുന്നേൽക്കുന്നതെങ്കിലും പേടിക്കാനില്ല. ഉറങ്ങിക്കോട്ടെ, ഉറങ്ങി എണീറ്റാൽ ആശ്വാസമാകും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകും. സിസ്റ്റർ ശ്യാമിനോട് പറഞ്ഞപ്പോൾ ശ്യാം അവരോടൊന്ന് തലയാട്ടി. ശ്യാം അപ്പോൾ പതിയെ അവൾക്കരികിലിരുന്നു. അവളുടെ നെറുകിൽ വീണ്ടും പതിയെ തലോടി. നെറ്റിയിൽ പറ്റിയ മുറിവിൽ ഡോക്ടർ മരുന്ന് വെച്ചിരുന്നെങ്കിലും ചെറുതായി പൊടിഞ്ഞ ചോരപ്പാടുകൾ അവളുടെ വെളുത്ത മുഖത്ത് വ്യക്തമായിരുന്നു. ശ്യാമിന്റെ അമ്മ അപ്പോൾ അവൾക്കരികിലേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒന്ന് തലോടി. അപ്പോഴാണ് നെറ്റിയിലെ മുറിവ് അമ്മ ശ്രദ്ധിച്ചത്. എടാ മോനെ, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ, ഇതെന്ത് പറ്റിയതാ? അമ്മ ശ്യാമിനെ നോക്കി. അത് ശ്യാം ഒന്ന് പതറി. അതമ്മേ, അവൾ പെട്ടെന്ന് തല കറങ്ങി വീണപ്പോൾ അലമാരയുടെ സൈഡിൽ തലയൊന്ന് ഇടിച്ചിരുന്നു, അതിൽ മുറിഞ്ഞു പോയതാണ്. കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ശ്യാം പറഞ്ഞു. എന്നാലും ഇതെന്താടാ മോൾക്ക് പറ്റിയത്? കല്യാണം കഴിഞ്ഞ് എത്ര സന്തോഷത്തിലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് കണ്ടു? എന്താണാവോ കുട്ടിക്ക് പറ്റിയത്? എല്ലാം മാറിയിട്ട് നിങ്ങൾ തറവാട്ടിലെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വിളക്ക് തെളിയിക്കണം. ഇന്നലെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നേർന്നതാ, അമ്മ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. ഒക്കെ ചെയ്യാം അമ്മേ, ആദ്യം അവൾക്കൊന്ന് സുഖമാവട്ടെ. പിന്നെ അമ്മ ഇതാരോടും പറയണ്ട. തറവാട്ടിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷമുണ്ടെന്നും ഈ ദോഷമുണ്ടെന്നും ഒക്കെ പറയും. വെറുതെ എന്തിനാ? ശ്യാം പറഞ്ഞു. ഞാൻ അത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അടുത്തുള്ളവർ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് BP കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയണ്ട. വെറുതെ എന്തിനാ നമ്മുടെ കാര്യം മറ്റുള്ളവരെ അറിയിച്ച് അവർക്ക് കുത്തി പറയാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്? അമ്മ ശ്യാമിനോട് പറഞ്ഞു. അമ്മ എത്ര പാവമാണെന്ന് ശ്യാം അപ്പോൾ ഓർത്തു. എല്ലാ കാര്യത്തിലും തന്നെ മനസ്സിലാക്കുന്ന, ഒപ്പം നിൽക്കുന്ന അമ്മ. പക്ഷേ ഈ കാര്യം അമ്മയെ അറിയിക്കാഞ്ഞത് മനഃപൂർവ്വമാണ്. വെറുതെ അമ്മയുടെ മനസ്സിൽ അതൊരു വിഷമം വേണ്ട. കാലം കഴിയുമ്പോൾ ഒരു കുറ്റബോധവും. ശ്യാം അപ്പോൾ ഗോപികയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളെ കാണുമ്പോൾ അവന് വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു. റൂമിൽ 2 ബെഡ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പുറത്തുള്ള ബെഡിൽ അവൻ അമ്മയോട് കിടന്നോളാൻ പറഞ്ഞു. ഉറക്കമൊഴിഞ്ഞിട്ട് അമ്മയ്ക്കിനി നാളേക്ക് തലകറക്കം വരണ്ട, അമ്മ കിടന്നോളൂ, ശ്യാം അമ്മയെ നിർബന്ധിച്ചു. കല്യാണത്തിരക്കും കാര്യങ്ങളും ഒക്കെയായി കുറെ ദിവസമായി അമ്മയ്ക്ക് ഉറക്കമില്ലാത്തതാണെന്ന് അവൻ അറിയാമായിരുന്നു. ഞാനൊന്നല്പം കിടന്നോട്ടെ, എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചോളൂട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മോനെ. മോൾ ഉണരട്ടെ, ഒന്ന് തല ചായ്ക്കുന്നേ ഉള്ളൂട്ടോ. അമ്മ അത് പറഞ്ഞ് തൊട്ടടുത്തുള്ള ബെഡിൽ ചെന്ന് പതിയെ ഒന്ന് കിടന്നു. ശ്യാം അവൾക്കരികിൽ തന്നെ ഇരുന്നു. അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവൾക്ക് കാവൽ എന്നവണ്ണം അവളുടെ അടുത്തായി തന്നെ ഇരിക്കുകയായിരുന്നു. സമയം കടന്നുപോയി. രാത്രിയിൽ ആ മുറി സൈലന്റ് ആയിരുന്നു. അമ്മയും ഗോപികയും നല്ല മയക്കത്തിലും. ഉറക്കമില്ലാതെ അവളെ നോക്കിക്കൊണ്ട് ശ്യാം അവളുടെ കാൽച്ചോട്ടിലുണ്ടായിരുന്നു. പിറ്റേന്ന് സൂര്യൻ പുലർന്നു. റൂമിലെങ്ങും വെളിച്ചം പടർന്നു. റൂമിൽ ഗോപികയും ശ്യാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ചായ വാങ്ങിക്കാനായി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഗോപികയുടെ കൺപോളകൾ മെല്ലെ തുറക്കുമ്പോൾ ശ്യാം അവളുടെ കാൽപാദത്തിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഒരു നിമിഷം അത് കണ്ടതും അവളുടെ ഹൃദയം നുറുങ്ങിപ്പോയി. അവൾ ഹോസ്പിറ്റലിലാണെന്ന് അപ്പോഴാണ് ഗോപികയ്ക്ക് മനസ്സിലായത്. തന്റെ കാലിൽ കൈകൊണ്ട് മുറുകെ പിടിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ശ്യാമിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണ് വല്ലാതെ നിറഞ്ഞുപോയി. തലേന്ന് രാത്രി പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയതും ടെൻഷൻ വന്നതും ശ്യാമിനെ തട്ടി മാറ്റാൻ നോക്കിയതുമെല്ലാം ചെറിയൊരു ഓർമ്മ പോലെ അവളുടെ മനസ്സിലേക്ക് വന്നു. എന്താ എനിക്ക് പറ്റിയത്? എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്?
ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു. പിന്നെ എപ്പോഴാ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയത്? ഒന്നും അറിയുന്നില്ലല്ലോ. അവൾ ശ്യാമിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ജീവിതം തന്ന ശ്യാമേട്ടനെ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കരുതെന്ന് ഇന്നലെ താലികെട്ട് കഴിഞ്ഞു പോരുമ്പോൾ കൂടെ അമ്മ എന്നോട് 1000 വട്ടം പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും എന്റെ മനസ്സ് കൈവിട്ടുപോയി. പഴയ ഓർമ്മകൾ എന്നെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. എന്റെ ഏട്ടനെ ഞാൻ ഇന്നലെ എന്തൊക്കെയോ ചെയ്തു. ചിന്തകൾ വന്ന് കയറുമ്പോൾ രക്ഷപ്പെടാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടതിനെയൊക്കെ ഞാൻ മറന്നു പോകുന്നു. ആദ്യമൊക്കെ അമ്മയോടായിരുന്നു, ഇപ്പോൾ ഇന്നലെ എന്റെ ഏട്ടനോടും. അവളുടെ കണ്ണുകൾ തുളുമ്പി വന്നു. ശ്യാമേട്ടാ. അവൾ പതുക്കെ വിളിച്ചപ്പോഴാണ് ഉറക്കത്തിലായിരുന്ന ശ്യാം പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. ആ ഗോപിക എണീറ്റോ? എങ്ങനെയുണ്ടിപ്പോൾ? ശ്യാം വേഗത്തിൽ എണീറ്റ് അവൾക്കരികിലേക്ക് വന്നിരുന്നു. ഏട്ടാ സോറി, എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഏട്ടനെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. എന്നെ വെറുക്കരുതേ. എന്നെ പോലെ ഒരാൾക്ക് സ്നേഹത്തോടെ ഒരു ജീവിതം വെച്ച് നീട്ടിയ ഏട്ടനെ ഇന്നലെ എനിക്ക് വിഷമിപ്പിക്കേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ ഞാൻ പെരുമാറി. എന്താണെന്ന് ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും എന്തോ സംഭവിച്ചു പോയി ഇന്നലെ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയതാ. എന്നെ വെറുക്കല്ലേ ശ്യാമേട്ടാ. ഗോപിക പറയുമ്പോൾ അവൾക്ക് അവളുടെ ഏങ്ങലടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അത് പറഞ്ഞു കരയുന്ന ഗോപികയെ കണ്ടപ്പോൾ ശ്യാമിന് വല്ലാത്ത വേദന തോന്നി. അവൻ അപ്പോൾ അവളെ 2 കൈകൊണ്ടും മുറുകെ പിടിച്ചു. ഗോപിക ശ്യാമിന്റെ മാറിലേക്ക് വീണുകൊണ്ട് തേങ്ങി കരഞ്ഞു. എന്നെ വെറുക്കല്ലേ ശ്യാമേട്ടാ, എന്നെ വെറുക്കരുതേ. അവൾ കരയുകയായിരുന്നു. എന്തൊക്കെയാ ഗോപിക നീ പറയുന്നത്? നിന്നെ വെറുക്കാനോ? ഇന്നലെ ഞാൻ പേടിച്ചു പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിലെവിടെയും വെറുപ്പില്ല കേട്ടോ. ദേ നോക്ക്, അമ്മയും വന്നിട്ടുണ്ട് കൂടെ. ചായ വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയതാ, ഇപ്പൊ വരും. അമ്മയും വല്ലാതെ പേടിച്ചു പോയി. അല്ലാതെ വെറുപ്പല്ല കേട്ടോ മോളെ. നമ്മളൊക്കെ മനുഷ്യരല്ലേ ഗോപിക. ആർക്കൊക്കെ എന്തൊക്കെ അസുഖം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നാളെ എന്റെ സ്ഥിതി എന്താകുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? സാരമില്ല, നിനക്കൊന്നുമില്ല. എല്ലാം മാറിക്കോളും. ഞാനില്ലേ കൂടെ. ശ്യാം അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ തലോടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഗോപിക അപ്പോൾ അവനെ വിടാതെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ ചേർന്ന് കരയുകയായിരുന്നു. അല്പനേരത്തിന് ശേഷം അവളുടെ കരച്ചിൽ മെല്ലെ അടങ്ങിയപ്പോൾ ശ്യാം അവളുടെ മുഖം അവന്റെ കയ്യിലെടുത്ത് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് നിന്നോട് വെറുപ്പുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമോ? നീ ഉണർന്നപ്പോൾ തന്നെ എന്റെ മനസ്സിലെ എല്ലാ വിഷമവും മാറി. സന്തോഷമായിരിക്കെ. നമുക്ക് വീട്ടിൽ പോണ്ടേ? ശ്യാം അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. ഏട്ടാ, എന്റെ കഴിഞ്ഞ ജീവിതം എനിക്ക്... ഗോപിക എന്തോ പറയാൻ വന്നു. എന്നാൽ ശ്യാം അപ്പോൾ പതുക്കെ അവളുടെ ചുണ്ടിൽ കൈവച്ച് തടഞ്ഞു. നോക്കു ഗോപിക, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ സംസാരിച്ചതാണ്. പിന്നെ എന്തിനാണ് നീ വെറുതെ പിന്നെയും അതൊക്കെ ഓർത്ത് പഴയ കാലത്തിലേക്ക് പോകുന്നത്? ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ പരിശുദ്ധിയോടും കൂടെ തന്നെയാണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് എന്തിഷ്ടമാണെന്നോ നിന്നെ. അറിവില്ലാത്ത പ്രായത്തിൽ തന്തയെന്ന് പറയുന്ന നികൃഷ്ട ജീവി നിന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് ഇത്രയും കാലം നിന്റെ മനസ്സുരുകിയില്ലേ? ഇന്നലെതാ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇനിയും അതോർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കി കളയണമോ? അതോ എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് കിട്ടിയ കുഞ്ഞു ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കണോ? നിന്റെ തീരുമാനം എന്തായാലും അതിനൊപ്പം ഞാൻ കൂടെ കാണും. നീ വിഷമിക്കരുത് എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിനക്കതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല. ആ വേദന സഹിക്കാൻ ഞാനും ഒപ്പമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ പുറത്തു വരും. നിന്റെ ശരീരത്തിന് മാത്രമല്ല മോളെ, അതിനുള്ളിലെ മനസ്സിനെയും കൂടിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അത്രയും വേദന സഹിച്ച എന്റെ ഗോപികയ്ക്ക് ഒരു നല്ല ജീവിതം തരണമെന്നൊരാഗ്രഹം തോന്നി. അതിന് ഞാൻ എന്നും ഒപ്പമുണ്ട്. ശ്യാം അത് പറഞ്ഞ് അവളെ അവന്റെ 2 കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവന്റെ മാറിൽ കിടന്നു പൊട്ടിക്കരഞ്ഞു. അല്പനേരം കഴിഞ്ഞ് ചായ വാങ്ങി അമ്മയും പിന്നെ റൗണ്ട്സിനായി ഡോക്ടറും റൂമിലേക്ക് വന്നു. അവരെല്ലാം ചേർന്ന് ഗോപികയെ നന്നായി ആശ്വസിപ്പിച്ചു. ഗോപികയുടെ അമ്മയ്ക്ക് ടെൻഷൻ ആകുമെന്ന് കരുതി ഹോസ്പിറ്റലിലാണെന്ന വിവരം മനഃപൂർവ്വം അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞില്ല. നമ്മൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകില്ലേ? ഇനി വെറുതെ അവളുടെ വീട്ടിൽ പറഞ്ഞു വിഷമിപ്പിക്കേണ്ടെന്ന് ശ്യാമിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞത്. ശ്യാമിന്റെയും അമ്മയുടെയും സ്നേഹം കാണുമ്പോൾ അങ്ങനെ ഒരു ജീവിതം കിട്ടിയതിൽ താൻ എത്രയോ ഭാഗ്യവതിയാണെന്ന് ഗോപികയ്ക്ക് തോന്നി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുമ്പോൾ ഡോക്ടർ വിശ്വനാഥൻ ഗോപികയെ മാത്രമായി ഒന്നടുത്തേക്ക് വിളിച്ചു. നോക്കൂ ഗോപിക, ശ്യാമിനെ പോലൊരു ചെറുപ്പക്കാരൻ നിന്റെ ഭാഗ്യമാണ് കുട്ടി. ഞാൻ ഇന്നലെ രാത്രി അവനോട് സംസാരിച്ചിരുന്നു. അവൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? നിന്റെ അച്ഛൻ നിന്നോട് ചെയ്തതുപോലെ എന്തെങ്കിലും ക്രൂരത അവൻ നിന്നോട് ചെയ്യുമെന്ന ഒരു ചെറിയ പേടി നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് നീ പാടെ എടുത്ത് കളഞ്ഞേക്കണം.
കല്യാണം കഴിഞ്ഞ ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്നതാണ് തന്റെ ഭാര്യയുമായൊരു ശാരീരിക ബന്ധം. എന്നാൽ നിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആഗ്രഹം പോലും ആ പയ്യനില്ല. എന്നെങ്കിലും നിന്റെ മനസ്സൊക്കെ ശാന്തമാകുമെന്നും അതുവരെ അവൻ കാത്തിരിക്കുമെന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ പോലും നിന്നെ നോവിക്കാൻ ആ പാവം ഇഷ്ടപ്പെടുന്നില്ല. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് മനസ്സ് ശാന്തമാക്കി അവനോടൊപ്പം ഒരു നല്ല ജീവിതം തുടങ്ങുക. ഭാര്യ ഭർത്താക്കന്മാരെന്ന എല്ലാ അർത്ഥത്തിലും കിട്ടിയ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക കുട്ടി. അവൻ നിന്റെ ഭാഗ്യമാണ്. ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞപ്പോൾ കണ്ണു നിറയ്ക്കാൻ മാത്രമേ ഗോപികയ്ക്കായുള്ളൂ. അയാൾ പറയുന്നത് അത്രയും ശരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയ ഗോപിക നല്ല സന്തോഷത്തിലായിരുന്നു. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന സ്വർഗതുല്യമായ ജീവിതമായിരുന്നു അവൾക്കവിടെ. വഴക്ക് പറയാനോ ശാസിക്കാനോ ഒന്നും ആരുമില്ല. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, വേണമെങ്കിൽ ഭക്ഷണം വരെ വാരിത്തരുന്ന ഒരു പാവം അമ്മയും പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ സ്നേഹിക്കുന്ന ഒരു പഞ്ചപാവം ഭർത്താവും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗോപിക ശ്യാമിന്റെ വീടുമായി വല്ലാതെ അടുത്തു. സ്വന്തം വീട് പോലെ തന്നെ അവൾ അവന്റെ വീടുമായി വല്ലാതെ ഇഴുകിച്ചേർന്നിരുന്നു. ഗോപികയുടെ വീട്ടിൽ അവളുടെ അമ്മ തനിച്ചായതുകൊണ്ട് തന്നെ അവരോട് ശ്യാമിനും ഗോപികയ്ക്കും ഒപ്പം ഇവിടെ വന്ന് താമസിച്ചോളാൻ ശ്യാമും അമ്മയും നിർബന്ധിച്ചതാണ്. പക്ഷേ തൊട്ടടുത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നത് കൊണ്ടും അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയും ഗോപികയുടെ അമ്മ ഇടയ്ക്ക് വന്ന് അവളെ കണ്ടിട്ട് പോകും. അവളും തിരിച്ചവിടേക്കും പോകും. ശ്യാമും അവളും അമ്മയ്ക്കൊപ്പം ചിലപ്പോൾ അവിടെ താമസിക്കും. അങ്ങനെ നല്ല രീതിയിൽ ആ ബന്ധം നിലനിന്നു പോന്നു. രണ്ടിടത്തും സന്തോഷം മാത്രം നിറഞ്ഞു നിന്നു. ഒരിക്കൽ ഒരുപാട് കരഞ്ഞ തന്റെ മോൾക്ക് ഇപ്പോൾ ഇത്ര നല്ല ജീവിതം കിട്ടിയതിൽ ഗോപികയുടെ അമ്മ വളരെ സന്തോഷത്തിലായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കൂടി മുന്നോട്ടു പോയി. അവളെ ചേർത്ത് പിടിച്ചും തലോടിയും ആശ്വസിപ്പിച്ചും ശ്യാം അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു പുരുഷനോടോ ആൺകുട്ടിയോടോ ഉള്ള അവളുടെ എല്ലാ പേടിയും ശ്യാമിനോടടുത്തപ്പോൾ മുതൽ മാറി തുടങ്ങുകയായിരുന്നു. പലപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് തലോടി ഉറക്കുന്ന ശ്യാം ഒരിക്കൽ പോലും അവളുമായി ഒരു ശാരീരിക ബന്ധത്തിന് മുതിർന്നില്ല. അവനായിട്ട് അവളോട് അത് ആവശ്യപ്പെട്ടതുമില്ല. അവളുടെ എല്ലാ പേടിയും മാറുന്നതുവരെ കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവരുടെ മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ഒരു പുതപ്പിനുള്ളിൽ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് തലോടി ഉറക്കുകയായിരുന്നു ശ്യാം. അവന്റെ തലോടലും നെഞ്ചിലെ ചൂടുമേറ്റ് അങ്ങനെ കിടക്കുമ്പോൾ ഗോപിക വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നാണ് വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവൾക്കപ്പോൾ ഓർമ്മ വന്നത്. ശ്യാമിനെ വിഷമിപ്പിക്കരുത്, അവൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ നീയും അവനും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമുണ്ടാകണം. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി. ശ്യാമേട്ടന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ എത്രയോ വൈകി, ഗോപികയുടെ മനസ്സ് പറഞ്ഞു. ഗോപിക അപ്പോൾ ശ്യാമിന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. ശ്യാം അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. എന്തുപറ്റി, ഉറക്കം വരുന്നില്ലേ? ശ്യാം ചോദിച്ചു. ഏട്ടാ, നമുക്കൊരു കുഞ്ഞു വേണ്ടേ? ഗോപിക ചോദിച്ചപ്പോൾ ശ്യാമിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ സന്തോഷത്തോടെ അവളെ നോക്കി. എന്ത്, നിന്റെ പേടിയൊക്കെ മാറിയോ? ടെൻഷനില്ലേ ഇപ്പോൾ? ശ്യാം സന്തോഷത്തോടെ അവളുടെ മുഖത്തുകൂടെ തലോടി. ഇല്ല, ഇപ്പോൾ ഒരു ടെൻഷനുമില്ല. അവൾ പതിയെ തലയാട്ടി. ശ്യാം അപ്പോൾ അവളുടെ നെറുകിൽ ഒന്ന് ഉമ്മ വെച്ചു. എന്നിട്ട് അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഏട്ടൻ എന്നോട് അത് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ഏട്ടനെ മനസ്സിലാകും. എനിക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് ഓർത്തിട്ടല്ലേ? ഗോപിക അവനോട് ചോദിച്ചു. ശ്യാം അപ്പോൾ അവളെ ഒന്ന് തലോടിക്കൊണ്ട് ചിരിച്ചു. നിന്റെ പേടിയൊക്കെ മാറണം. നിന്റെ അച്ഛൻ നിന്നോട് ചെയ്ത ആ ക്രൂരത ഞാൻ നിന്നെ തൊടുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാവരുത്. ആ ഒരു സ്റ്റേജിൽ നിന്റെ മനസ്സെത്തുന്ന ഒരു സമയമുണ്ടെങ്കിൽ അപ്പോൾ മാത്രം മതി. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ശ്യാം അവളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഗോപിക അപ്പോൾ ചെറുതായി കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. സ്വന്തം ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ശ്യാമിന് തന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് അവൾ ഓർക്കുകയായിരുന്നു. അപ്പോൾ സ്വന്തം മക്കളാണെന്ന് പോലും ഓർക്കാതെ തങ്ങളുടെ കാമം തീർക്കാൻ മക്കളെ പിച്ചി ചീന്തുന്ന അച്ഛന്മാരുള്ള ഈ ലോകത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി അവരെ കടന്നു പിടിച്ച് ആക്രമിക്കുന്ന ധാരാളം പകൽമാന്യന്മാരുള്ള ഈ കാലത്ത്, അമ്മയെയും പെങ്ങളെയും വരെ നശിപ്പിക്കുന്ന ക്രിമിനലുകളുള്ള ഈ നാട്ടിൽ, വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസങ്ങളായിട്ടും സ്വന്തം ഭാര്യ ഇത്ര ദിവസം ബെഡ്റൂമിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവളുടെ മനസ്സ് നോവിക്കുമെന്ന് കരുതി ഒന്ന് തൊട്ടുപോലും വേദനിപ്പിക്കാത്ത ശ്യാം എത്ര നല്ലവനാണെന്ന് ഗോപിക മനസ്സിലാക്കുകയായിരുന്നു. ആരോ ചെയ്തു പോയ ഒരു തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് അത്രയും എന്റെ ശ്യാമേട്ടനല്ലേ? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? എനിക്ക് പേടിയില്ല ശ്യാമേട്ടാ, ഏട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വിതുമ്പലോടെയാണ് ഗോപിക അത് പറഞ്ഞത്. ശ്യാം അപ്പോൾ അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. നീ ഈ ഒരു സ്റ്റേജിൽ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതും. പൂർണ്ണമായി നീ ഓക്കെ ആകുന്ന ഈ ഒരു നിമിഷത്തിനു വേണ്ടി
ഡോക്ടർ പറഞ്ഞിട്ടുള്ള എല്ലാം തരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മുറിപ്പാടും ഉണങ്ങിയ ഈ ഒരു സ്റ്റേജിലെത്താൻ വേണ്ടി ശ്യാം പറഞ്ഞു. ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ. എനിക്കിപ്പോൾ ആ പഴയ പേടിയില്ല. ഏട്ടൻ അതൊക്കെ മാറ്റി. ഞാൻ ആഗ്രഹിക്കുന്നു ഏട്ടനോടൊപ്പം ഒരു ഭാര്യാഭർത്തൃബന്ധം. അവൾ അത് പറഞ്ഞപ്പോൾ ശ്യാമിന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. അവൻ അവന്റെ 2 കൈകൾ കൊണ്ടും അവളെ അവനോട് മുറുക്കി പിടിച്ചു. ഒരിക്കൽ ഒരാണിൽ നിന്നും അത്രയും ക്രൂരത അനുഭവിച്ച് പേടിച്ചരണ്ട ഒരു പെൺകുട്ടി ഇപ്പോൾ മറ്റൊരാണായ തന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് ഇത് പറയണമെങ്കിൽ തന്റെ സ്നേഹത്തിലൂടെ അവൾ അത്രയ്ക്ക് മാറിയിരിക്കുന്നു എന്ന് ശ്യാമിന് തോന്നി. അവൻ അപ്പോൾ അവളുടെ മുഖത്തു കൂടെ ഒന്ന് തലോടി മെല്ലെ അവളുടെ കഴുത്തിലേക്ക് ഉമ്മ വെച്ചു. സന്തോഷത്തോടെ അവളുടെ ദേഹത്താകെ ഒന്നുകൂടെ തലോടി. ചിരിച്ചുകൊണ്ട് അവൾ ശ്യാമിന്റെ ദേഹത്തോട് ചേർന്ന് കിടന്നു. അല്പനേരം കഴിഞ്ഞ് മെല്ലെ അവളുടെ വസ്ത്രത്തിന്റെ കഴുത്ത് താഴ്ത്തി അവളുടെ മാറിൽ ഉമ്മ വയ്ക്കുമ്പോൾ ശ്യാം പതിയെ പറഞ്ഞു, വേദനിപ്പിക്കില്ലാട്ടോ ഞാൻ എന്റെ പെണ്ണിനെ ഒരിക്കലും. ഒരു പെൺകുട്ടിക്ക് തന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ അതിലേറെ എന്തു വേണം?